My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 337 എപ്പിസോഡിൽ ഓറം ആഴ്സനിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ പർട്ടിക്കുലർ സിംറ്റംസാണ് പറയുന്നത്. വളരെയധികം പ്രയോഗസാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. മറ്റ് ഔഷധങ്ങളിൽ പലയിടത്തും കാണാത്ത ചില സവിശേഷമായ ലക്ഷണങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ശ്രവിക്കാം. ഹൈപ്പറീമിയ, ഫുൾനെസ് ആൻഡ് ഹീറ്റ് ഓഫ് ഹെഡ് ഫ്രം മെൻ്റൽ എക്സേർഷൻ. മാനസികമായ അധ്വാനം, മനസ്സ് കൊണ്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമായി തലയിലേക്ക് അമിതമായ രക്തമിരച്ചു കയറുന്നു. തല നിറഞ്ഞിരിക്കുന്നത് പോലെ തലയിൽ ഉഷ്ണം അനുഭവപ്പെടുന്നു. ഇറപ്ഷൻസ് ഓൺ ദ സ്കാൽപ്പ്, ക്രസ്റ്റ്, പിമ്പിൾസ്. തലയോട്ടിയിൽ പരുക്കൾ, കുരുക്കൾ, അവിടെ പൊറ്റ ഒക്കെ ഉണ്ടാകുന്നു. ദ ഹെയർ ഫാൾസ് ഔട്ട്, മുടി കൊഴിഞ്ഞു പോകും, അതിൻ്റെ ഫലമായിട്ടാകാം. ഹെവിനെസ് ഇൻ ദ ഹെഡ് ഇൻ ദ മോർണിംഗ് ഓൺ റൈസിങ്. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ തലയിൽ വല്ലാത്ത ഭാരം. ഹൈഡ്രോസെഫാലസ്, തലയിൽ നീർക്കെട്ടലുണ്ടായി തല വീർത്തിരിക്കുന്ന അവസ്ഥ. ഇച്ചിങ് ഓഫ് ദ സ്കാൽപ്പ്, തലയോട്ടിയിൽ ചൊറിച്ചിൽ. പെയിൻ ദ ഹെഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻ കോൾഡ് എയർ, ഇൻ കോൾഡ് വെതർ. റിമാറ്റിക് ഫ്രം ബൈൻഡിങ് ഓഫ് ദ ഹെയർ, ഓൺ കോഫിംഗ്, ഹാമറിംഗ്, ഹിസ്റ്റീരിക്കൽ, ലൈയിങ് ഫ്രം മെൻ്റൽ എക്സേർഷൻ, ഫ്രം മോഷൻ, നെർവസ്, പീരിയോഡിക്കൽ, പൾസേറ്റിംഗ്, ഓൺ റൈസിങ് ഫ്രം ലൈയിങ്, ആഫ്റ്റർ സ്ലീപ്പ്, ഇൻ വിൻഡി വെതർ, ഹി തമ്മീൽ റൈറ്റ്സ്. അപ്പോൾ തലയിലെ വേദന ഏതാണ്ട് എല്ലാ തരത്തിലും എല്ലാ സമയത്തും ഉണ്ട്. അതിന് ഏതാണ്ട് ഒട്ടല്ലാത്തരം മൊഡാലിറ്റീസും ഉണ്ട്. ഈ മൊഡാലിറ്റീസിൽ സവിശേഷമായ രണ്ട് കാര്യങ്ങൾ. കാറ്റുള്ള കാലാവസ്ഥയിൽ, വിൻഡി വെതർ, അത് വർദ്ധിക്കുന്നുണ്ട്. ചൂട് കൊണ്ട് അത് ശമിക്കുന്നുണ്ട്. മുടി കെട്ടിവെക്കുമ്പോൾ, സ്ത്രീകളാണെങ്കിൽ മുടി കെട്ടിവെക്കുമ്പോൾ അത് വർദ്ധിക്കുന്നുണ്ട്. വാദസംബന്ധമായി തണുത്ത കാലാവസ്ഥയിൽ, ഭ്രാന്തമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ ഉണ്ട്. പെയിൻ ഇൻ ഫോർഹെഡ്, നെറ്റിയിൽ വേദന. പെയിൻ ഇൻ വൺ സൈഡ്, ഈതർ സൈഡ് ഓർ ഇൻ ബോത്ത് സൈഡ്സ്, സൈഡുമായിട്ടും എല്ലാ തരത്തിലും ഉണ്ട്. പെയിൻ ഇൻ ടെമ്പിൾസ്, ഇൻ ടെമ്പിൾ ആൻഡ് ഫോർഹെഡ്. ബ്രൂസ് പെയിൻ ഹെഡ്, തലയിൽ തല്ലിച്ചതച്ച പോലെ നൊമ്പരം. ബേണിംഗ് പെയിൻ ഹെഡ്, പൊള്ളുന്ന പോലുള്ള വേദന. ഇൻ ഫോർഹെഡ്, നെറ്റിയിൽ. ഇൻ വെർട്ടക്സ്, ഉച്ചിയിൽ. ഡ്രോയിങ് പെയിൻ ഇൻ ഹെഡ്, പ്രസ്സിംഗ് പെയിൻ ഇൻ ഹെഡ്, ഇൻ ഫോർഹെഡ്, ഇൻ ഒക്സിപിറ്റ്, ഇൻ ടെമ്പിൾസ്. എല്ലാ ഭാഗങ്ങളിലും എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട് എന്നർത്ഥം. പർട്ടിക്കുലേഴ്സിൻ്റെ ആ ഒരു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ജനറൽസ് യോജിക്കുകയാണെങ്കിൽ ഇത്തരം ലിസ്റ്റിൽപ്പെട്ടതോ അല്ലാത്തതായ പർട്ടിക്കുലേഴ്സിനൊക്കെ അത് മാറ്റിക്കൊള്ളൂ. പൾസേഷൻ ഹെഡ്, തലയിൽ വിങ്ങലുണ്ട്. ഇൻ ഫോർഹെഡ്, ഓൺ സൈഡ്സ് ഓഫ് ഹെഡ്. അൺകവറിങ് ഹെഡ് ബ്രിങ്സ് ഓൺ കംപ്ലൈൻറ്റ്സ്. തലയിൽ ആവരണം, ഇപ്പോൾ തൊപ്പി, തണുത്ത കാലാവസ്ഥയിലാണ് ഉദ്ദേശിക്കുന്നത്. തലയിൽ തൊപ്പിയോ മറ്റൊക്കെ മാറ്റുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു. ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ആൻഡ് പസ് ഫ്രം ഐസ് ആൻഡ് ദ ലിഡ്സ് ആർ സ്ട്രക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ് വിത്ത് യെല്ലോ പസ്. ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ണിൽ നിന്നും പഴുപ്പും കഫവും പുറത്തു വരുന്നു. അപ്പോൾ അത് വന്ന് നനഞ്ഞിട്ട് നേരമ്പഴത്ത് എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾ ഒട്ടിയിരിക്കും. മഞ്ഞ നിറത്തിലുള്ള പഴുപ്പുണ്ടാവും. ഗ്രാനുലർ ലിഡ്സ്, കൺപോളകളിൽ ഇങ്ങനെ പൊറ്റ വന്ന് പിടിച്ചിരിക്കുന്ന പോലെ. ഈ കണ്ണിക്കേട് എന്നൊക്കെ, നേത്രദീനം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിൽ വരുന്നുള്ള സാഹചര്യം. ദ ലാഷസ് ഫോൾ ഔട്ട്, കൺപീലികൾ പൊഴിഞ്ഞു പോകുന്നു. കുഷ്ഠരോഗികളെ സ്ഥിരം കാണുന്ന ഏർപ്പാടാണ്. ഞാൻ നിരവധി കുഷ്ഠരോഗികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരിലും കണ്ണിൻ്റെ പോള മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർ പോള തന്നെ ദ്രവിച്ചു പോയിട്ടുണ്ടാവാം. മിക്കവർക്കും പീലി ഉണ്ടാവില്ല. ഐസ് ഫീൽ ഹോട്ട്, കണ്ണിൽ വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ഐസ്, കണ്ണിൽ വീക്കം. കാറ്റാറൽ, സ്ക്രോഫുലസ് ഓഫ് ദ കോർണിയ ഓഫ് ദ ഐറിസ് ഫ്രം സിഫിലിസ്. അപ്പോൾ സിഫിലിറ്റിക് നേച്ചറുള്ള എല്ലാ തരത്തിലുള്ള വീക്കങ്ങളും ഡിസ്ചാർജസും കണ്ണിൽ നിന്നുണ്ട്. അപ്പോൾ സിഫിലിറ്റിക്കാണ്, കൊറോസീവാണ് എന്നുള്ള കാര്യം ഓർത്തോളണം. ലാക്രിമേഷൻ, കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അണേബിൾ ടു ഓപ്പൺ ദ ഐസ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പെയിൻ ഇൻ ദ ഐസ്, കണ്ണിൽ വേദന. മോർണിംഗ്, നൈറ്റ്, ഫ്രം ലൈറ്റ്, ഫ്രം റീഡിങ്, വാംത്ത്, അമീർ റൈറ്റ്സ്. അപ്പോൾ പ്രകാശം കൊണ്ട് പ്രഭാതത്തിൽ വായിക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് വേദനയും മറ്റുമൊക്കെ ഉണ്ടാകും.
പക്ഷെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ട്. മൊഡാലിറ്റി ഏക്കിംഗ്, ബേണിംഗ്, പ്രസ്സിംഗ്, കോർ, ആശ്രം, സാൻഡ്, സ്റ്റിച്ചിങ്, ടീറിങ്, എല്ലാ തരത്തിലും വേദനകളും പ്രയാസങ്ങളുണ്ട്. കണ്ണിൽ മണ്ണ് വീണ പോലെ. പാരലിസിസ് ഓഫ് ദ ഓപ്റ്റിക് നെർവ്, നേത്രനാഡിയുടെ തളർച്ച. ഈ ഒരു പ്രശ്നം ഞാൻ നേരത്തെയും മറ്റൊരു ഔഷധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേത്രനാഡിയെ ബാധിക്കുന്ന തളർച്ച കൊണ്ട് കണ്ണിന് കാഴ്ച വല്ലാതെ നഷ്ടപ്പെട്ട ഒരാൾക്ക് നല്ലൊരളവോളം അത് പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു ചരിത്രം. അത് ജർമ്മനിയിൽ വെച്ചായിരുന്നു സംഭവിച്ചത്. അത് നിരവധി ഔഷധങ്ങൾ നമുക്കതിലുണ്ട്. കൃത്യമായിട്ട് ജനറൽസ് എടുത്ത് രോഗിയുടെ ടോട്ടാലിറ്റി നോക്കി അതിൻ്റെ മൊഡാലിറ്റീസൊക്കെ നോക്കി യോജിക്കുന്ന ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. ഫോട്ടോഫോബിയ, പ്രകാശത്തോടെ ഭയം, പ്രൊട്രൂഷൻ, പൾസേഷൻ, പ്യൂപ്പിൾസ് കോൺട്രാക്റ്റഡ്, അപ്പോൾ കണ്ണ് പുറത്തേക്ക് തള്ളിവരൽ, കണ്ണിന് വിങ്ങൽ, കൃഷ്ണമണി ചുരുങ്ങിപ്പോകലും, റെഡ്നെസ് ഓഫ് ദ ഐസ്, ഓഫ് ലിഡ്സ്, സ്റ്റെയറിങ്, കണ്ണിൽ ചുവന്ന നിറം, കൺപോളകൾ ചുവന്ന നിറം, കണ്ണിങ്ങനെ തുറച്ചു നോക്കുന്ന പോലെ. സ്റ്റൈ നിയർ ദ ഇന്നർ കാന്തസ്, കടക്കണ്ണിൽ ഒരു കുരു, കണ്ണിൻ്റെ പുറത്തല്ല കടക്കണ്ണിൻ്റെ ഉള്ളിൽ കുരു വരുന്നു. സോളൻ ലിഡ്സ്, വിങ്ങിയ കൺപോളകൾ. അൾസറേഷൻ ഓഫ് ദ കോർണിയ, കോർണിയയിൽ വ്രണം. വിഷൻ ബ്ലേർഡ്, ബ്രൈറ്റ് കളേഴ്സ് ബിഫോർ ദ ഐസ്, കാഴ്ച പതറിയ കാഴ്ച, മങ്ങിയല്ല, ബ്ലർഡ് എന്ന് പറയുമ്പോൾ വ്യക്തമല്ലാത്ത അരികുകൾ മറ്റുമൊക്കെ ഷാർപ്പല്ലാത്ത കാഴ്ച. കണ്ണിൻ്റെ മുമ്പിൽ വളരെ തീവ്രതയുള്ള നിറങ്ങൾ കാണുന്നു. ഇനി ഡിം വിഷൻ, കാഴ്ച മങ്ങിപ്പോകുന്നു. ഫോഗി, മൂടൽമഞ്ഞിലെന്ന പോലെ കാഴ്ച. ഹെമിയോപ്പിയ, പകുതി, നമ്മുടെ ദൃഷ്ടിപഥത്തിൻ്റെ പകുതി മാത്രം കാണുന്നു. ഇവിടെ കൂടുതൽ ഹാഫ് ലോസ്റ്റ്, അപ്പർ ഹാഫ് ലോസ്റ്റ്, ഈ പകുതി മേലേക്ക് കാണുന്നില്ല, താഴേക്ക് മാത്രം കാണുന്നു. ഇതൊക്കെ കണ്ട ആളുകൾ പേടിച്ചു പോകും. വിചിത്രമായ അവസ്ഥകൾ. സ്പോട്സ്, വിഷൻ ലോസ്റ്റ്, തീപ്പരി പാറുന്നത് പോലെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ. മാസ്റ്റേർഡ് കാരീസ്, ചെവിക്ക് പിന്നിലുള്ള ഭാഗത്ത് ദ്രവിച്ചു പോകുന്ന അവസ്ഥ. അസ്ഥിയിൽ ഡിസ്ചാർജ് ഫ്രം ദ ഇയർ, ഫെറ്റിഡ്, ഒഫൻസീവ്, പ്യൂർലൻ, തിക്ക്, യെല്ലോ. മഞ്ഞ നിറത്തിൽ കട്ടിയായിട്ട് ധാരാളമായിട്ടൊക്കെ ചെവിയിൽ നിന്നും സ്രവങ്ങൾ വരുന്നു. ഇനി ശബ്ദങ്ങളുണ്ട്. സെൻസേഷൻ ഓഫ് ഫ്ലാപ്പിംഗ് ഇൻ ഇയേഴ്സ്, ഇച്ചിങ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ ചൊറച്ചിൽ. നോയ്സസ് ഇൻ ഇയേഴ്സ്, ബസ്സിങ്, ക്രാക്കിംഗ്, ഹമ്മിങ്, റിങ്ങിങ്, റോറിങ്, റഷിങ്. അപ്പോൾ ചെവിയിലെ ശബ്ദങ്ങൾ, എല്ലാത്തരം ശബ്ദങ്ങളും ചെവിയിലുണ്ട്. പെയിൻ ഇൻ ഇയർ, ബിഹൈൻഡ് ഇയർ, ചെവിയുടെ അകത്ത്, ചെവിയുടെ പിൻഭാഗത്ത് വേദന, ചെവിയുടെ അകത്ത് ഇൻസൈഡ്. ബേണിങ്, പൊള്ളുന്ന വേദന. സ്റ്റിച്ചിങ്, കുത്തുന്ന വേദന. ഹിയറിംഗ് അക്യൂട്ട് അറ്റ് ഫസ്റ്റ്, ഫോർ നോയ്സ്, ലേറ്റർ ഇമ്പേർഡ്, ഫൈനലി ലോസ്റ്റ്. അപ്പോൾ ആദ്യം അനാവശ്യമായ ശബ്ദങ്ങൾ പോലും നമ്മൾ കേൾക്കും. അത് ഒച്ചപ്പാടുകൾ, നല്ല ശബ്ദമല്ല, ഒച്ചകൾ, അനാവശ്യ ഒച്ചകളൊക്കെ കേൾക്കും, നമുക്ക് കേൾക്കണ്ടാത്തതേ ഉള്ളൂ. പിന്നെ ആ കേൾവി കുറയും, അവസാനം കേൾവി ഇല്ലാതെയാവും. ഇനി മൂക്ക്, കാരീസ് ഓഫ് ദ ബോൺസ് ഓഫ് നോസ് ഇൻ ഓൾഡ് കേസ് ഓഫ് സിഫിലിസ്. സിഫിലിറ്റിക്കാണ് ദ്രവിച്ച് ഉറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. മൂക്കിൻ്റെ അസ്ഥികൾ അവിടെ പോടുണ്ടായി ദ്രവിച്ചു പോകുന്നു. പഴയ സിഫിലിറ്റിക് കേസുകൾ. നമ്മൾ കുഷ്ഠം എന്നുള്ള പേര് പറയുന്നില്ലെങ്കിലും കുഷ്ഠരോഗിയിൽ കാണുന്ന പല ലക്ഷണങ്ങളും നമ്മൾ നിരവധി ഔഷധങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ഓൾഡ് സ്റ്റബേൺ കറ്റാർസ്. മാറാത്ത വല്ലാത്ത കടുംപിടുത്തക്കാരനായ ജലദോഷ പ്രശ്നങ്ങൾ, അതിനെ ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളൊന്നാണിത്. സിഫിലിറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, സിഫിലിറ്റിക് മയാസം പ്രൊമിനൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ, ടോട്ടാലിറ്റി യോജിക്കുകയാണെങ്കിൽ ഈ ഔഷധം ഉപകരിക്കും. ദ നോസ് ഈസ് റെഡ്, മൂക്ക് ചുവന്നിരിക്കുന്നു. ഹി ഹാസ് ഫ്രീക്വൻറ്റ് അറ്റാക്സ് ഓഫ് കൊറൈസ, ഫ്ലൂവൻ്റ് ഓർ ഡ്രൈ, ജലദോഷം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകൽ, ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇടയ്ക്കിടക്ക് അത് വരുന്നു. നമ്മൾ അലർജി, വീട്ടുമാറത്ത് അലർജി എന്നൊക്കെ പറയുന്ന കേസുകൾ. ഡിസ്ചാർജ് ഫ്രം നോസ്, ബ്ലഡി, ക്രസ്, ഒഫൻസീവ്, മൂക്കിൽ നിന്നും വളരെ ദുർഗന്ധമുള്ള സ്രവങ്ങൾ വരുന്നു, പൊറ്റ പിടിച്ചിരിക്കുന്നു. ഫെറ്റിഡ്, ഗ്രീനിഷ്, പ്യൂർലൻറ്റ്, പച്ചനിറത്തിൽ വളരെ അമിതമായിട്ട് സപ്രസ്ഡ്. ഇനി ഈ ഡിസ്ചാർജ് സപ്രസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. തിക്ക്, വാട്ടറി, യെല്ലോ, വെള്ളം പോലെ കട്ടിയായിട്ട് മഞ്ഞ നിറത്തിൽ, പച്ച നിറത്തിലൊക്കെ ഉണ്ട്. ദ നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് ദർ ഇസ് ഇച്ചിങ് ആൻഡ് ബ്ലീഡിങ്, മൂക്കടഞ്ഞിരിക്കുന്നു, അവിടെ ചൊറിച്ചിലുണ്ട്, രക്തസ്രാവമുണ്ട്. ഇറ്റ്സ് എ യൂസ്ഫുൾ റെമഡി ഇൻ ഒസീന. മൂക്കിൻ്റെ ഉള്ളിലെ അസ്ഥിയൊക്കെ ദ്രവിച്ചു പോയിട്ട് മൂക്കിൻ്റെ ഷേപ്പ് പോയി ഇങ്ങനെ വികസിച്ച് വെറുതെ ഗുഹ പോലെ തുറന്ന ചാക്ക് പോലെയൊക്കെ മൂക്ക് കിടക്കും.
പെയിൻ ഇൻ ദ നോസ് ഇൻ ബോൺസ്, ബേണിംഗ്, സോർ ഇൻസൈഡ്, അൾസറേറ്റീവ് പെയിൻ, മൂക്കിൻ്റെ അസ്ഥിയിൽ വേദന, വ്രണങ്ങൾ വന്ന പോലുള്ള വേദന. സ്മെൽ അറ്റ് ഫസ്റ്റ് അക്യൂട്ട് ലേറ്റർ ലോസ്, നമ്മൾ കേൾവിയുടെ കാര്യം പറഞ്ഞ പോലെ ആദ്യം അനാവശ്യമായ സൂക്ഷ്മമായ ഗന്ധങ്ങൾ പോലും കേൾക്കും, പിന്നീട് ആ ഗന്ധം കേൾക്കാതെ നഷ്ടപ്പെട്ടു പോകും. ഫ്രീക്വന്റ് സ്നീസിങ്, ഇടയ്ക്കിടയ്ക്ക് തുമ്മല്. ദ നോസ് ഇസ് സ്വോളൻ, മൂക്ക് വിങ്ങിയിരിക്കുന്നു. അൾസറേഷൻ നോസ്, മൂക്കിൽ വ്രണങ്ങൾ വരുന്നു, മൂക്കിൽ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നു. നമ്മൾ ചില അവസ്ഥകൾ നമ്മളെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പിത്തീലിയോമ ഓഫ് ദി ഫേസ് ആൻഡ് ലിപ്സ്, മുഖത്തും ചുണ്ടുകളിലും തൊലിയിൽ മുഴകൾ. ല്യൂപ്പസ്, മാംസം ദ്രവിച്ചു പോകല്, മാംസം തന്നെ ദ്രവിച്ചു പോകുന്നു. ക്രാക്ക്ഡ് ലിപ്സ്, ചുണ്ടിൽ വിണ്ടുകീറിയ അവസ്ഥ. ഡിസ്കളറേഷൻ, ബ്ലൂയിഷ് ലൈക്ക് ഏർത്തി പെയിൽ, അപ്പോൾ മുഖമാകെ നിറം മാറി. ഈ തുറന്നു പറയുന്നുണ്ട്. നോസ് ആക്നെ റസാക്ഷിയ എന്ന് പറയുന്നുണ്ട്. മുഖം ചെമന്ന് ഈ രക്തക്കുഴലുകൾ കാണുന്നൊരവസ്ഥ, മുഖക്കുരുക്കൾ വന്ന് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, മുഖമാകെ വിരൂപമായിരിക്കും. സിഫിലിറ്റിക് നേച്ചറാണ്. അതിൻ്റെ അന്തിമ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ അവസ്ഥ നെറ്റിയിലുമുണ്ട്. ചുവന്ന് രക്തക്കുഴലുകളൊക്കെ ദൃശ്യമായി ചുവന്ന നിറത്തിലുള്ള മുഖക്കുരുക്കൾ വന്നിരിക്കുന്നൊരവസ്ഥ. കോമഡോണ, കോപ്പറി ഇറപ്ഷൻസ്, പിമ്പിൾസ് ഓൺ ഫേസ് ആൻഡ് ഫോർഹെഡ്, മുഖക്കുരുക്കളുണ്ട്. മുഖക്കുരു ആകാതെ അതിൻ്റെ മുഖക്കുരു വരും എന്ന് തോന്നുന്ന തരത്തിലുള്ള അവസ്ഥയുണ്ട്. പഴുപ്പ് നിറഞ്ഞ കുരുക്കളുണ്ട്. സ്കർഫി ഇറപ്ഷൻസ്, മുഖത്ത് തടിപ്പ് വന്നിട്ട് അതൊരു ചിതമ്പല് പോലെ വന്നിട്ട് അത് പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ. സഫറിങ് എക്സ്പ്രഷൻ, മുഖത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വല്ലാതെ സഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അയാളുടെ മുഖഭാവം കണ്ടാൽ മനസ്സിലാവും. മുഖഭാവങ്ങൾ പ്രധാനമാണ്. നിങ്ങളെ ചേംബറിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദിമ മുഖഭാവം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ആവശ്യമാണ്. ഇറസിപ്പിലാസ്, തിണർപ്പുകൾ. ദ ഫേസ് ഇസ് ഹോട്ട്, മുഖം ചൂടായിരിക്കുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരോട്ടിഡ് ഗ്ലാൻഡ്സ്, പെരോട്ടിഡ് ഗ്രന്ഥിയിൽ, ചെവിയുടെ താഴെയുള്ള ഗ്രന്ഥിയിലൊക്കെ വീക്കം. പെയിൻ ഇൻ ഫേസ്, മുഖത്ത് വേദന. ഇൻ പെരോട്ടിഡ് ഗ്ലാൻഡിൽ വേദന. ഇൻ സബ്മാക്സിലറി ഗ്ലാൻഡ്, ബേണിംഗ് ലിപ്സ്, ഡ്രോയിങ് പെയിൻ ഇൻ ഫേസ്, സ്റ്റിച്ചിങ്, ടിയറിങ്. മുഖത്തെ കവിളിലുമൊക്കെയുള്ള ഗ്രന്ഥികളിലൊക്കെ വേദനയും പൊള്ളലും വല്ലാത്ത തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ട്. പെർസ്പിറേഷൻ ഓഫ് ദ ഫേസ് കോൾഡ്, മുഖം വിയർക്കും, പക്ഷെ തണുത്ത വിയർപ്പാണ്. സ്വെല്ലിംഗ് ഓഫ് ദ ഫേസ്, മുഖം വിങ്ങിയിരിക്കുന്നു. ലിപ്സ്, ചുണ്ടുകൾ വീർത്തി വിങ്ങിയിരിക്കുന്നു. പെരോട്ടിഡ് ഗ്ലാൻഡ്സ് വിങ്ങിയിരിക്കുന്നു. സബ്മാക്സിലറി ഗ്രന്ഥികൾ വിങ്ങിയിരിക്കുന്നു. അൾസർ ഓൺ ലിപ്പ്, ചുണ്ടുകൾ വ്രണം എന്ന് പറഞ്ഞാൽ ചുണ്ടില്ലാതെയാവും. നേരത്തെ കണ്ടില്ലേ, മാംസം വിട്ടുപോകുന്നൊരവസ്ഥ. ഇവിടെ ഒരു രോഗാവസ്ഥയുടെ പേര് ഇവിടെ കെന്റ് പറയാതെ പറയുകയാണ് ലക്ഷണങ്ങളിലൂടെ. രോഗത്തിന് പേരുകൾ വേണ്ട. ചില പേടിപ്പെടുത്തുന്ന, ചരിത്രപരമായിട്ട് തന്നെ പൂർവ്വകാല മനുഷ്യനെ പോലും ഭയപ്പെടുത്തുന്ന ചില രോഗാവസ്ഥകൾ, അതിൻ്റെ പേര് പറയുന്നില്ല. പക്ഷേ നമ്മൾ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അവസ്ഥയെന്ന്. ആഫ്തെ ഇൻ ദ മൗത്ത്, വായുവിൽ ചെറിയ വ്രണങ്ങൾ. ദ ഗംസ് ബ്ലീഡേഴ്സ്ലി, മോണ വളരെ എളുപ്പത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്നു. ക്രാക്ക് ടങ്, നാവില് വിണ്ടുകീറല്. ബ്രൗൺ ടങ്, തവിട്ട് നിറത്തിലുള്ള നാവ്. റെഡ് ടങ്, ചുവന്ന നിറത്തിലുള്ള നാവ്. ഡ്രൈ ടങ്, വരണ്ട നാവ്. ഹീറ്റ് ഇൻ ദ ടങ്, നാവിലെ ചൂട്. മ്യൂക്കസ് ഇൻ ദ മൗത്ത്, വായില് ഇങ്ങനെ കഫം വന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഓർഡർ ഫ്രം ദ മൗത്ത്, ഒഫൻസീവ് പ്യൂട്രിഡ്, വായിലെന്തോ ദുർഗന്ധങ്ങൾ, എന്തോ ചീഞ്ഞു നാറിയ മണം വായിൽ നിന്ന് വരുന്നു. ആന്തരികാവയവങ്ങളുള്ള ഒരു കറപ്ഷനാണ് അതിൻ്റെ സൂചനയായിട്ട് നമുക്കതിനെ കാണാം. ആന്തരാവയവങ്ങൾ കാണാൻ പറ്റില്ല, ഫിസിഷ്യന് കാണാൻ പറ്റില്ല. പക്ഷെ ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങളെപ്പോലും പലതരത്തിൽ ആ രോഗഗ്രസ്തമായ ആ വൈറ്റൽ പ്രിൻസിപ്പിൾ, വൈറ്റൽ ഫോഴ്സ് ലക്ഷണങ്ങളോട് കാണിച്ചു തരും. വായിൽ നിന്ന് ദുർഗന്ധം, വായിൽ നിന്ന് സ്രവം, മൂക്കിൽ നിന്ന് സ്രവം, ചെവിയിൽ നിന്ന് സ്രവം, കണ്ണിൽ നിന്ന് സ്രവം. അത് ആന്തരാവയവങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. ഛർദി, ഡിസ്ചാർജസ്, ബ്ലീഡിങ്, ഇതൊക്കെ ഓർഗനിൽ എവിടെയോ വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഡിസ്ചാർജസിന് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം, വളരെ പ്രാധാന്യത്തോടെ കാണണം. കാരണം അദൃശ്യമായ ആന്തരിക അവയവങ്ങളെ നിങ്ങൾ സ്കാനിങ്ങിൻ്റെയും മറ്റ് റേഡിയോളജിക്കൽ എക്സാമിനേഷൻ്റെയൊക്കെ ആവശ്യമില്ലാതെ ജീവശക്തി തന്നെ രോഗാഗ്രസ്തമായ അല്ലെങ്കിൽ കറപ്റ്റായിട്ടുള്ള അയാളുടെ വൈറ്റാലിറ്റി തന്നെ
ഇത്തരം ഡിസ്ചാർജസിലൂടെ, ഗന്ധങ്ങളിലൂടെ കാണിച്ചു തരും. വായിൽ നിന്ന് ദുർഗന്ധം വരുന്നു, ചീഞ്ഞു നാറിയ ദുർഗന്ധം വരുന്നു, വായ നോക്കുമ്പോൾ ചീഞ്ഞു നാറിയിട്ടൊന്നുമില്ല. അത് ആന്തരാവയവങ്ങളുടെ പ്രശ്നങ്ങളാണത്. ആന്തരാവയവങ്ങളിൽ ചിലപ്പോൾ അർബുദമോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മളത് കാണണമെന്നില്ല, നമുക്ക് അത് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളോട് നമുക്ക് മനസ്സിലാകും. അത് കൃത്യമായ സൂക്ഷ്മമായും എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ രോഗിയുടെ ടോട്ടാലിറ്റിയോട് അതിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഔഷധത്തിലേക്ക് എത്താൻ പറ്റും. അത് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ രോഗിയെ സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ദുർഗന്ധം മാറുമ്പോൾ സംഭവിക്കുന്നത് ആന്തരികമായ ആ ദ്രവിച്ച കറപ്റ്റായിട്ടുള്ള അവസ്ഥകളായിരിക്കും. ബേണിംഗ് ടോങ്, നാവില് പൊള്ളല്, സോർനെസ് ഓഫ് ഗംസ്, മോണയില് നൊമ്പരം, സ്പീച്ച് ഡിഫിക്കൽട്ട്, സംസാരിക്കാൻ പ്രയാസം, സ്വോളൻ ഗംസ് ടങ്, മോണയും നാവും ഒക്കെ വിങ്ങിയിരിക്കുന്നു. ടേസ്റ്റ്, രുചിയെക്കുറിച്ച്, ബിറ്റർ, ഇൻസിപ്പിഡ്, ഒരു രുചിയില്ലാത്തൊരവസ്ഥ വരാം, കയ്പ് രുചി വരാം. മെറ്റാലിക്, ലോഹരുചി എന്താണെന്ന് അനുഭവിച്ചു തന്നെ അറിയണത്. പ്യുട്രിഡ്, സോർ, സ്വീറ്റിഷ്, വാണ്ടിങ്, മധുരം, ചവർപ്പ്, വൃത്തികെട്ട രുചി ഒക്കെ ഉണ്ട്, രുചിയില്ലാത്ത അവസ്ഥയും. അൾസേഴ്സ് ഇൻ മൗത്ത്, സിഫിലിസ്, വായിലുണ്ടാകുന്ന സിഫിലിസിൻ്റെ പ്രകടനങ്ങളിൽ ഇത് ഉപകരിക്കും. അവിടെ അതിൻ്റെ ഫലമായി വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഓൺ ഗംസ്, മോണയിൽ വ്രണങ്ങൾ, ടങ്, നാവിൽ വ്രണങ്ങൾ, വെസൈക്കിൾസ് ഇൻ മൗത്ത്, വായിൽ പരുക്കൾ, കുരുക്കൾ, ക്യാരീസ്, സെൻസേഷൻ ഓഫ് ഇലോങ്ങേഷൻ ആൻഡ് ലൂസനിങ് ഓഫ് ടീത്ത്, പല്ലില് ദ്രവിച്ച് പോടുണ്ടാകുന്നു, പല്ല് നീണ്ടു വരുന്നത് പോലെ, പല്ല് ഇളകിയ പോലെയൊക്കെ തോന്നല്, വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ തോന്നല്. ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് ഇൻ നൈറ്റ്, രാത്രിയിൽ പല്ല് കടിക്കല്. പെയിൻ ഇൻ ടീത്ത്, പല്ല് വേദന. നൈറ്റ് വെൻ മാസ്റ്റിക്കേറ്റിംഗ്, ചവക്കുമ്പോൾ വേദന, രാത്രിയിൽ വേദന. ഓൺ ടച്ച്, പല്ല് സ്പർശിക്കുമ്പോൾ വേദന. ടിയറിങ്, വലിച്ചു കീറുന്ന പോലെ വേദന. ഇൻഫ്ലമേഷൻ ത്രോട്ട്, തൊണ്ടയിൽ വീക്കം. ലംബിൻ ത്രോട്ട്, തൊണ്ടയിൽ എന്തോ ഒരു തടഞ്ഞിരിക്കുന്ന പോലെ, ഒരു കട്ടയിരിക്കുന്ന പോലെ. മ്യൂക്കസിൻ ത്രോട്ട്, തൊണ്ടയിൽ കഫം. പെയിൻ ഇൻ ത്രോട്ട് ഓൺ സോളോയിങ്, ആഹാരം വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ വേദന. ബേണിങ്, സ്റ്റിച്ചിങ്, സ്ക്രാപ്പിംഗ് ആൻഡ് സ്വെല്ലിങ്, തൊണ്ടയിൽ പൊള്ളല്, കുത്തുന്ന പോലെ വേദന, തൊണ്ട ചുരണ്ടുന്ന പോലെ വേദന, തൊണ്ടയിൽ വീക്കം. സോളോയിങ് ഡിഫിക്കൽട്ട്, ആഹാരം ഇറക്കൽ വളരെ പ്രയാസമായിരിക്കും. പർട്ടിക്കുലേഴ്സാണ്, പക്ഷേ വളരെ സവിശേഷമായ പ്രാധാന്യമർഹിക്കുന്ന, രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇവിടെ പർട്ടിക്കുലേഴ്സിലൂടെ പറഞ്ഞത്. ഇതേപോലുള്ള ലക്ഷണങ്ങൾ തുടർന്നും കാണാം. അതിൻ്റെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.